Hello students, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റാൻഡം ഫോറസ്റ്റ് പറഞ്ഞ ടോപ്പിക് വെച്ചിട്ടാണ്. അതിൽ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻസാമ്പിൾ ലേണിംഗിനെ പറ്റി കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാൻഡം ഫോറസ്റ്റിലേക്ക് നീങ്ങാം. അപ്പോൾ എൻസാമ്പിൾ ലേണിംഗ് കുറച്ചും കൂടി ഞാൻ എലാബറേറ്റ് ചെയ്ത് പറയാൻ പോവാണ്. The word ensemble literally means a group of things or the people acting or taken together as a whole, especially a group of musicians who regularly play together. In machine learning, ensemble learning method consists of two steps. First one endana, create different model for solving a particular problem using a given data. പല മോഡലുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഡൽസിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്യേണ്ടത്. എന്തിനാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. So combine the models created to produce improved result. Now, the different models may be chosen in different ways. The models may be created using appropriate different algorithms like KNN algorithm, Naive-Bayes algorithm, decision tree algorithm, etc. The model may be created by using same algorithm but different split of the same data set into training and test data. അപ്പോൾ മോഡൽസ് നമുക്ക് സെയിം അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ നമുക്ക് പല സ്പ്ലിറ്റ് ഓഫ് ദ ഡാറ്റ സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കുറച്ച് ട്രെയിനിങ് സെറ്റിനെ കുറച്ച് ടെസ്റ്റിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സെയിം ഡാറ്റ സെറ്റിനെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. And model may be created by assigning different initial value to the parameter in the algorithm as ANN algorithm. അപ്പോൾ ANN അൽഗോരിതത്തിലൊക്കെ നമ്മൾ വെയ്റ്റ്സ് ഒക്കെ അസൈൻ ചെയ്യില്ലേ, അത് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഒക്കെ അസൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഇനീഷ്യൽ പാരാമീറ്റർ വാല്യൂ. അപ്പോൾ ANN അൽഗോരിതത്തിൽ വെയ്റ്റും ഒക്കെ നമ്മൾ അസൈൻ ചെയ്യില്ലേ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വിൽ അസൈൻ ഡിഫറെൻറ്റ് ഇനീഷ്യൽ വാല്യൂസ് ടു ദ പാരാമീറ്റർ ഇൻ ദാറ്റ് അൽഗോരിതം. The models created in ensembling methods are combined in several ways. Okay, first one, simple majority voting in classification problem. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ every model makes a prediction അല്ലെങ്കിൽ vote for each test instance and the final output prediction is the one that receives more than half of the vote. എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. Next is weighted majority voting in classification problem. In weighted voting, we count the prediction of the better model multiple times and finding a reasonable set of weight is up to us. And simple averaging in prediction problem. In simple averaging method, every instance of the test data, the every average prediction are calculated. Simple average prediction problem, നമ്മൾ average എടുത്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ വെയ്റ്റഡ് ആവറേജിങ് ഇൻ പ്രഡിക്ഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ദ പ്രഡിക്ഷൻ ഓഫ് ദ മോഡൽ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ദ വെയ്റ്റ് ബിക്കോസ് വെയ്റ്റഡ് ആവറേജ് മോഡൽ അല്ലേ. അപ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ വെയ്റ്റ് ആൻഡ് ദെൻ ദ ആവറേജ് ഇസ് കാൽക്കുലേറ്റഡ് ആൻഡ് ദാറ്റ് ഇസ് വെയ്റ്റഡ് ആവറേജിങ് ഇൻ പ്രഡിക്ഷൻ പ്രോബ്ലം. ഇനി റാൻഡം ഫോറസ്റ്റ്. റാൻഡം ഫോറസ്റ്റ് ആക്ച്വലി എൻസാമ്പിൾ ലേണിംഗ് മെത്തേഡാണ് where multiple decision tree are constructed and they are merged to get more accurate prediction. So here we have, if we give a test instance, we will form a decision tree, then we will form another decision tree. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ decision tree അതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റും. So we'll have multiple decision tree. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വോട്ട്സ് എടുക്കും. അതിൽ ആർക്കാണ് മെജോറിറ്റി വോട്ട് കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഫൈനൽ ക്ലാസ് ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് ഇതിന്റെ അൽഗോരിതം നോക്കാം. The random forest generate many classification tree. Each tree is generated as follows. Okay, if the number of examples in the training set n, take n examples at random but with replacement from the original data, and this sample will be the training set for generating the tree. Okay, if there are m input variables, a number small letter m is specified such that each node m variables are selected at random out of m. And the best split on the m is used to split the node. Okay, so നമ്മൾ ബെസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബെസ്റ്റ് സ്പ്ലിറ്റ് നമുക്ക് എൻട്രോപ്പി ഒക്കെ വെച്ചിട്ട് നമുക്ക് ബെസ്റ്റ് സ്പ്ലിറ്റ് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമ്മൾ ഏതിനെയാണ് റൂട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. The value of m is held constant during the generation of various trees in the forest and each tree is grown to large extent as possible.
To classify a new object from an input vector, put the input vector down each of the tree in the forest. The tree gives a classification and we say that the tree votes for that particular class. The forest chooses the classification. അപ്പോൾ എല്ലാ ട്രീയിൽ നിന്നും ഒരു വോട്ട് വരും. ആ വോട്ടൊക്കെ ആർക്കാണ് മെജോറിറ്റി വോട്ട് കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. Now, what are the strength and weakness of this random forest? Strength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it runs efficiently on large database. It can handle thousands of input variables without variable deletion. It gives the estimates of what variables are important in the classification. It has an effective method for estimating missing data and maintain accuracy when large proportion of the data are missing. Then generated forest can be saved for the future use on the other data. പിന്നെ അത് പോരാണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കൂടി ഇത് ചെയ്യുന്നുണ്ട്. Prototypes are computed that gives information about the relation between the variables and the classification, and the capability of above can be extended to unlabeled data, leading to unsupervised clustering, data views and outlier detection. Then it also offers an experimental data for detecting variable interaction. So random forest runs quite fast. So random forest fast ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ they are able to deal with unbalanced and missing data. Okay, they can handle binary features, categorical features, numerical features without any need for scaling them. And there are lots of excellent free and open source implementation of random forest algorithm. Finally, we find a good implementation almost all major ML libraries and toolkit. Okay, so ഇതൊക്കെ അതിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ വീക്ക്നെസ് എന്താന്ന് നോക്കാം. A weakness of random forest algorithm is that when it is used for regression, they cannot predict beyond the range in the training data, and they may overfit the data set that are particularly noisy. അതൊരു വലിയൊരു പ്രോബ്ലം ആണ് കേട്ടോ അതിനകത്ത്. And the size of the model created by the random forest may be large. നമ്മൾ പറഞ്ഞത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ size of the forest will be very large, and they take hundreds of megabytes of memory and may be slow to evaluate. അപ്പോൾ സൈസ് കൂടുന്ന അനുസരിച്ച് മെമ്മറി കൂടുതൽ വേണ്ടി വരും. അതേപോലെ ഇവാലുവേഷനും സ്ലോ ആയിട്ട് അവിടെ നടക്കുന്നുള്ളൂ. So random forest model are black boxes that are very hard to interpret. So I hope it is okay for you. Thank you students. Thank you for watching my video.